എനിക്ക് വേണമെങ്കിൽ നൂല് കാണുന്ന വരയ്ക്കൊക്കെ ഓടിക്കാം. ടയർ അപ്സൈസ് ചെയ്യുന്നുണ്ടോ ഉള്ള ഒരേ ഒരു യൂസ്. എനിക്ക് വേണമെങ്കിൽ 500 2000 രൂപയ്ക്ക് കൊടുത്തിട്ട് ട്രാക്ടറൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു. ഇന്ന് പ്രത്യേകിച്ച് ഏത് ടയർ എടുക്കണമെന്ന് എനിക്ക് ഒരു പ്ലാനുമില്ല. നിങ്ങൾ വണ്ടി എടുക്കാൻ നേരത്ത് വഴിയെ പോകുന്നവനും വരുന്നവനും എല്ലാം വന്ന് ഉപദേശിക്കുന്നതായിരിക്കും. പണ്ടൊക്കെ കളക്ട് ചെയ്യുന്നത് 500 1000 1500 2000 ആ രീതിക്ക് കളക്ട് ചെയ്തായിരിക്കും പോകുന്നത്. ബട്ട് തിരിച്ചിറങ്ങുന്നത് 5000 10000 20,000 ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഈ ലോല ഹൃദയന്മാരൊക്കെ ഇറങ്ങാതിരിക്കുക. ബേണൗട്ട് അടിച്ചതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. സോ ഗൈസ്, നമ്മളെ ഇന്നത്തെ പരിപാടി വണ്ടിയുടെ ടയർ ഒന്ന് മാറണം. അപ്പോൾ ഇതാണിപ്പോൾ ടയറിൻ്റെ കറണ്ട് കണ്ടീഷൻ. ഇത് ഇപ്പോൾ സൈഡൊക്കെ മാത്രമേ ഗ്രിപ്പുള്ളൂ. ഫെൻഡർ അത്യാവശ്യം മൊട്ടയായിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ ഇനിയും ഓടാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതിലിട്ടുന്നത് CH Zoomrad X1 എന്ന് പറഞ്ഞ ടയറാണ്. അപ്പോൾ 150 സൈസിലെ ടയറാണ് ഇട്ടേക്കുന്നത്. റേഡിയലാണ്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ കൂടി ഇന്ന് പറയണം. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്ത് 56,000 കിലോമീറ്ററിലാണ്. ഇപ്പോൾ എത്രയായി നോക്കാം. ഇപ്പോൾ വണ്ടി ആൾമോസ്റ്റ് ഒരു 68,500 കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ 8ഉം 4ഉം 12,500 കിലോമീറ്ററിൻ്റെ ടയർ ലൈഫ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് 13, 14, 15 ലൈഫ് പറയുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ ഒരു നൂല് കാണുന്ന വരെയൊക്കെ ഓടിച്ചിട്ടായിരിക്കും. എനിക്ക് എന്തായാലും ഇപ്പോൾ ഇത്ര ലൈഫാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് വേണമെങ്കിൽ നൂല് കാണുന്ന വരെയൊക്കെ ഓടിക്കാം. ബട്ട് ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യുന്നില്ല. ഈ ടയറൊക്കെ നമ്മൾ മാറേണ്ടത്, ഇതിലൊരു ടയർ വെയർ ഇൻഡിക്കേറ്റർ ഉണ്ട്. അതൊക്കെയാണ് മാറേണ്ടത്. എൻ്റെ ഫണ്ട് കുറച്ച് ഷോർട്ടായതുകൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ഓടിയിട്ടുണ്ട്. എനിക്ക് വേണമെങ്കിൽ 500 2000 രൂപയ്ക്ക് കൊടുത്തിട്ട് ട്രാക്ടറൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു. ബട്ട് ട്രാക്ടറൊക്കെ വാങ്ങിച്ച് വണ്ടി ഇടുന്നതിനെക്കാട്ടി എന്തുകൊണ്ടും ബെറ്റർ വണ്ടിയുടെ യൂസ് കുറച്ച് കയറ്റി വെക്കുന്നതാണെന്ന് തോന്നി. അങ്ങനെ കയറ്റി വെച്ചിട്ട് ഇപ്പോൾ ഫണ്ട് സെറ്റാക്കിയിട്ട് ഇറക്കിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും നാളെടുത്തത് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ വേണ്ടി. പിന്നെ ഞാനിപ്പോൾ ഇതിൽ സ്റ്റോക്ക് 5ൻ്റെ കാട്ടി കുറച്ചുകൂടെ അപ്സൈസ് 150 സൈസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ആൻഡ് ഒരു 200cc അല്ലെങ്കിൽ ഒരു 400cc വണ്ടി വരേക്കും നിങ്ങൾ അപ്സൈസ് ചെയ്യുന്നെങ്കിൽ മാക്സിമം ഒരു 150 സെക്ഷൻ്റെ അകത്ത് തന്നെ നിർത്താൻ വേണ്ടി നോക്കണം. പിന്നെ ചിലവന്മാർ വീഡിയോയിലൊക്കെ വന്ന് പറയും 200 സെക്ഷൻ 250 സെക്ഷൻ ടയറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോർണറിങ് കൂടും, ബ്രേക്കിങ് കൂടും, കോപ്പ് കൂടും എന്നൊക്കെ. അങ്ങനെയൊക്കെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവന്മാർ അൺഫോളോ അടിക്കും. അവന്മാർക്ക് അതിന് അത്രയ്ക്ക് വിവരം ഉള്ളതെന്ന് മാത്രം വിചാരിച്ചാൽ മതി. അപ്പോൾ ടയർ അപ്സൈസ് ചെയ്യുന്നുണ്ടോ ഉള്ള ഒരേ ഒരു യൂസേജ് ലുക്സാണ്. അല്ല ചെയിൻ സ്പ്രോക്കറ്റ് പെട്ടെന്ന് തീരും. ടയർ ഇപ്പോൾ വെട്ടിത്തേയും. ടയറൊക്കെ ഇടാനെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പടാവേണ്ട ചാൻസസ് വരെ ഉണ്ട്. വണ്ടിയുടെ പിക്കപ്പ് കുറയും, വണ്ടിയുടെ മൈലേജ് കുറയും, വണ്ടിയുടെ എഫിഷ്യൻസി കുറയും. അങ്ങനെ നിങ്ങൾക്ക് തീരെ നഷ്ടങ്ങൾ മാത്രമായിരിക്കും വരാൻ പോകുന്നത്. അപ്പാർട്ട് ഫ്രം ദ ലുക്സ് ഫേസ് ചെയ്യുമ്പോൾ വേറെ കാര്യം ചെയ്യും. ഇതിപ്പോൾ 150 സെക്ഷൻ ഇട്ടപ്പോൾ തന്നെ ഈ ഒരു റിമ്മിൻ്റെ കാട്ടി കുറച്ചുകൂടെ വെളിയിലോട്ട് പ്രൊജക്റ്റായി നിൽക്കുന്നത് കാണാൻ പറ്റും. അത് നിങ്ങൾ 200 സൈസ് ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് റിമ്മിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ടയറിൻ്റെ പ്രൊഫൈൽ നല്ലേക്ക് ചേഞ്ച് ആകും. അപ്പോൾ വണ്ടി ഗട്ടറിലേക്ക് വരും. അപ്പോൾ ഈ റിമ്മിൽ ഈ ഒരു ബീഡിങ് വിട്ട് ആക്സിഡൻ്റ് ആവേണ്ട ചാൻസസ് വേറെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം ഇടാൻ വേണ്ടി. അത് തന്നെ ഈ ഒരു ട്രാക്ടറൊക്കെയാണ് മിക്കവരും വലിയ ലൈഫായിട്ട് വാങ്ങിച്ചിരുന്നത്. അപ്പോൾ അതൊന്നും മാക്സിമം ചെയ്യാതിരിക്കുക. ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ 1000 രൂപയ്ക്കൊക്കെ ടയർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വന്ന് ഈ ഒരു സാധനം വാങ്ങിച്ചിട്ട് തന്നെ ചെയ്യും. ഇപ്പോൾ ട്രാക്ടറിൻ്റെ പ്രശ്നങ്ങളെ പറ്റിയൊന്നും ഇതിൽ പറയുന്നില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്നേര് കണ്ടേക്ക്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് പോകുന്നൊരിക്കും സംസാരിക്കല്ലേ. സോ ഗൈസ്, വലിയ ടയർ ഇട്ട് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് കൂടും, പെർഫോമൻസ് കൂടും, കോർണറിൽ കൂടും എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവന്മാരെക്കാട്ടി വലിയ മണ്ടന്മാർ ഈ ഭൂലോകത്ത് വേറെ ഇല്ലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ മാക്സിമം അതിലൊന്നും ചേർന്ന് വീഴാതിരിക്കുക. വലിയ ടയർ ഇടുന്നത് ജസ്റ്റ് പ്യുവർ ലുക്കിന് വേണ്ടി മാത്രമാണ്. ഇതിപ്പോൾ ഒരു 200cc വണ്ടിയിൽ ഞാൻ 150 സെക്ഷൻ ടയർ വരെ ഇട്ട് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അതും പ്രത്യേകിച്ച് ഞാൻ ഫങ്ഷണലായിട്ടുള്ള കാര്യങ്ങളുള്ളതുകൊണ്ടൊന്നും ഇട്ടതൊന്നുമല്ല. ജസ്റ്റ് പ്യുവർ ലുക്കിന് വേണ്ടി ഇട്ടതാണ്. കാരണം 140 എനിക്ക് ഒരുപാട് ചെറുതെന്നൊക്കെ തോന്നി. നിങ്ങളൊരു 400cc വണ്ടി വരേക്കും 150 ഈസ് ജസ്റ്റ് മോർ ദാൻ ഇനഫ്. അപ്പോൾ ഞാൻ ഇതിലിട്ടിരുന്ന ടയർ CH Zoomrad X1 ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു സാധനം വാങ്ങിക്കാൻ പോകാൻ നേരത്ത് ആ ഒരു 4K റേഞ്ചിലുള്ള ബെസ്റ്റ് റേഡിയൽ ടയർ ഇത് തന്നെ ആയിരുന്നു. പിന്നുള്ളത് അപ്പോൾ ആൽഫ വെച്ചൊന്നൊക്കെയാണ്. അതൊക്കെ ഒരുപാട് റേറ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. കാരണം അതിന് ലൈഫും കുറച്ച് കുറവാണ്. കാരണം കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്. ഈ ഒരു ടയർ ഇട്ടിട്ട് എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമായിട്ടൊന്നും തോന്നിയൊന്നുമില്ല. പിന്നെ ഞാൻ ഒരുപാട് കുഴപ്പമൊന്നും കാണിച്ച് വണ്ടി ഓടിക്കാറുമില്ല. ഇനിയിപ്പോൾ ഓടിക്കാനും തീരുമാനിച്ചിട്ടില്ല. എന്നും പറഞ്ഞാൽ കറക്റ്റ് സ്പീഡ് ലിമിറ്റൊന്നും പാലിച്ചല്ല ഓടിക്കുന്നത്. എൻ്റെ ഒരു ആവറേജ് സ്പീഡ് ഒരു 60, 70, 80 മുകളിലൊന്നും അങ്ങനെ ഞാൻ വളരെ പോകാറൊന്നുമില്ല. പിന്നെ ഹൈവേക്ക് കയറിക്കാൻ ചിലപ്പോൾ 90, 100 ചിലപ്പോൾ അടിക്കും. അതിന് മുകളിൽ ഞാൻ ഓടിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ തികച്ചും വിരലിലെണ്ണാവുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ ഓടിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിന് ഹൈറ്റ് ഞാൻ കൂട്ടി വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് 100 above സ്പീഡ്സ് ഞാൻ ഇതിലൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഞാൻ അങ്ങനെ അതിന് ഹൈറ്റ് കൂട്ടിന് ശേഷം അങ്ങനെ ഓടിച്ചിട്ടുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു 56,000 മാറിയിരുന്നു. ഇപ്പോൾ ഒരു 68,000 ആയിട്ടുണ്ട്. അപ്പോൾ എത്ര 12,500 കിലോമീറ്റർ ലൈഫ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കുറച്ചുകൂടെയൊക്കെ ഒരു നൂലൊക്കെ കാണിക്കായിരുന്നു. അപ്പോൾ മാക്സിമം നൂലൊന്നും കാണുന്നതായിരിക്കും. ഈ ടയറിലെ ഒരു ടയറും ഓടാതിരിക്കുക. അപ്പോൾ നിങ്ങൾ ഹെൽമെറ്റൊക്കെ വയ്ക്കുന്നത് എപ്പോഴും ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിൻ്റെയൊക്കെ യൂസ് വരുന്നത് നമ്മൾ വീണ് ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴാണ് ഹെൽമെറ്റ് നിങ്ങൾക്ക് യൂസ് വരുന്നത്. അതിനു മുമ്പേ നിങ്ങൾ നോക്കേണ്ട കാര്യം എങ്ങനെ വീഴാതിരിക്കുക എന്നുള്ളതാണ്. പ്രോപ്പറായിട്ട് വണ്ടിയൊക്കെ മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി നോക്കണം. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാത്ത വണ്ടി നമ്മളൊരു പാൻഡിലോറിയുടെ ഫ്രണ്ട് എടുത്ത് ചാടുന്ന പോലെയാണ്. മെയിൻ്റെനൻസ് ഒന്നും ചെയ്യാത്തൊരു വണ്ടി കൊണ്ട് നടക്കുന്നത്. കാരണം റോട്ടി വെച്ചിട്ട്
അപ്പം നമ്മൾ വീഴാതെ എങ്ങനെയെങ്കിലുമൊക്കെ വണ്ടി പിടിച്ച് നിർത്തിയാലും വേറെ വണ്ടികളും അത് എനിക്ക് നിർത്തണമെന്നില്ല, ഇടിച്ചിട്ട് നമ്മളെ കുട്ടയാക്കും. ടയർ മഴയത്ത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മഴയത്തൊരു 50-60 സ്പീഡിനകത്തേ പോകാറുള്ളൂ. എനിക്ക് വലിയൊരു പ്രശ്നമായിട്ടൊക്കെ എനിക്ക് പോകുന്നതായിട്ടൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ ഇതെനിക്ക് ഹൈറ്റ് കൂട്ടിയെന്ന് വെച്ചാൽ പണ്ടത്തെ ഒരുപാട് കോർണറിങ് ഒന്നും ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആ സൈഡിൽ എന്തുമാത്രം ഗ്രിപ്പ് ബാക്കിയുണ്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും. ചെയ്യണമെന്ന് വെച്ചാൽ ചെയ്യാം, വണ്ടി കിടത്താനും പറ്റും. പക്ഷേ കിടത്തിക്കഴിഞ്ഞാൽ നിങ്ങളും വണ്ടിയോടെ അങ്ങ് കിടക്കും കാണാം. അത്രയും ഹൈറ്റ് ഞാൻ കൂട്ടി വെച്ചൊക്കെയാണ്. ആൻഡ് അതൊക്കെ ഞാൻ മുമ്പേ മനസ്സിലാക്കി തന്നെയാണ് ഈ ഒരു മോഡിഫിക്കേഷൻ ഈ ഒരു വണ്ടി ചെയ്തത്. ഇന്ന് ഞാൻ ഏത് ടയർ മാറണമെന്നൊന്നും പ്രത്യേകിച്ച് തീരുമാനിച്ചിട്ടൊന്നുമില്ല. എൻ്റെ ഒരു ബഡ്ജറ്റ് എന്ന് വെച്ചാൽ ഒരു 5K ബഡ്ജറ്റിനകത്ത് മാത്രമേ ഇന്ന് ബഡ്ജറ്റുള്ളൂ. ഞാൻ അതിൽ അപ്പോളോ ആൽഫ H1 അങ്ങനത്തെ ടയറൊന്നും ഇടാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുമില്ല. പിന്നെ എനിക്ക് എന്തായാലും ഞാൻ CS X1 ഇടുന്നില്ല. കാരണം ഞാൻ കുറച്ചുകൂടെ വണ്ടി ഒരു ഓഫ് റോഡ് ആൾമോസ്റ്റ് സ്പെക്കിലോട്ട് പണിയുന്നതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ഇടുമ്പോഴത്തേക്ക് കുറച്ച് കട്ടയും ഗ്രിപ്പൊക്കെ ഉള്ള ടയർ ബാക്കിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ബെറ്റർ ആയിരിക്കുമെന്ന്. അപ്പോൾ കടയിൽ പോയി നോക്കിയിട്ട് ബാക്കിയൊക്കെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിനി കുറച്ച് നടന്നുകൊണ്ട് വ്ളോഗ് ചെയ്യാമല്ലേ. ഞാൻ അന്നും ഇന്നും എന്നും പറഞ്ഞിട്ടുണ്ട് വണ്ടി ഒരു അഫറ്റും അതിനുപരി ഒരു ബാധ്യതയുമാണ്. നിങ്ങൾ കയ്യിലുള്ള പൈസ ഇറങ്ങിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കുറച്ച് ഫണ്ട് റിസർവ് ആയിട്ട് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചേക്കണം ഇതേപോലെ പണികളൊക്കെ ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് മാക്സിമം ഗൂഗിൾ പേ ഉള്ള അക്കൗണ്ടൊന്നും ഇല്ലാന്ന് നോക്കുക. ഗൂഗിൾ പേയിൽ പൈസ സേവ് ചെയ്യാനേ പോകരുത്, വരുന്നതും പോകുന്നതൊന്നും അറിയാനേ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ATM കാർഡൊന്നും ഇല്ലാത്ത രീതിയിലൊരു അക്കൗണ്ടിൽ നോർമൽ ഒരു സൊസൈറ്റിയിലെ അക്കൗണ്ടിലാണ് ഞാൻ സേവിങ്സ് ഒക്കെ ഇടാറ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇറങ്ങിയത്. അപ്പോൾ ഇനി അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഏത് ടയർ എടുക്കണമെന്ന് എനിക്ക് ഒരു പ്ലാനുമില്ല. ചുമ്മാ പോകുന്നു, നല്ലൊരു ഗ്രിപ്പുള്ള ടയറൊക്കെ എടുക്കുന്നു. എന്തായാലും നമ്മളൊരു റേഡിയൽ ടയർ തന്നെയായിരിക്കും എടുക്കുന്നത്. അപ്പം ഞാൻ എടുക്കാൻ പോകുന്ന ഷോപ്പ് ആറ്റിങ്ങിലുള്ള മോട്ടോയിലാണ് പോകുന്നത്. അതുകൊണ്ട് റേറ്റിംഗ് കാര്യങ്ങളൊന്നും എനിക്ക് ജസ്റ്റ് ഒരു ബഡ്ജറ്റ് റഫായിട്ട് പറയാമെന്നല്ലാതെ ഇപ്പോൾ പറയത്തില്ല. അവിടെ ചെന്നതിന് ശേഷം മാത്രമേ പറയാനും പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വേറെ ഒരുത്തനും പറഞ്ഞു തന്നിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എങ്കിലും ഞാൻ നിങ്ങൾക്കായിട്ടിത് പറഞ്ഞുതരാൻ പോവുകയാണ്. നിങ്ങൾ വണ്ടി എടുക്കാൻ നേരത്ത് വഴിയെ പോകുന്നവനും വരുന്നവനും എല്ലാം വന്ന് ഉപദേശിക്കുന്നതായിരിക്കും, മക്കളെ ഇപ്പോഴേ അതെടുക്കണോ, നീ തൽക്കാലം ഈ ഒരു വണ്ടി എടുക്ക്, എന്നിട്ട് കുറച്ച് നാൾ ഓട്ടിച്ച് പഠിച്ചതിനൊക്കെ ശേഷം മറ്റേ വണ്ടി എടുക്കാമെന്ന്. അതാണ് നിങ്ങൾ ലൈഫിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ മണ്ടത്തരം. ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ 2 പുതിയ വണ്ടി എടുക്കുന്ന പൈസ അതിൽ ചിലവാക്കിയാൽ പോലും നിങ്ങൾ അടുത്തൊരു വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നില്ല. എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. അപ്പോൾ മാക്സിമം എടുക്കുന്നെങ്കിൽ കുറച്ച് ടൈം വെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വണ്ടി തന്നെ എടുക്കുക. കാരണം പിന്നെ ഒരു പക്ഷേ എടുക്കാമെന്നൊന്നും നിങ്ങൾ വിചാരിച്ച് കഴിഞ്ഞാൽ അത് നടക്കണമെന്നില്ല. ആൻഡ് എനിക്ക് ആഫി 390 എടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. നോർമലി എനിക്ക് 200 എടുക്കണമെന്നായിരുന്നു പ്ലാൻ. ബട്ട് ഇപ്പോൾ 200 കൈ ഇരിക്കുന്നുണ്ട്. ഞാൻ വെച്ച് 390 എടുക്കാമെന്ന്. അപ്പോൾ കുറച്ച് ഫണ്ടൊക്കെ സെറ്റ് ചെയ്ത് വന്നതായിരുന്നു. ആ ഫണ്ടും ഞാൻ വണ്ടി ശരിയാക്കാൻ റിസർവ് വെച്ചിരുന്ന ഫണ്ടും ഒരു പോലും ഇല്ല. നമ്മളിപ്പോൾ എന്തായാലും തീർത്തിട്ടുണ്ട്. നമ്മൾ ഈ ഫണ്ടൊക്കെ കളക്ട് ചെയ്യുന്നത് 500, 1000, 1500, 2000 ആ രീതിക്ക് കളക്ട് ചെയ്തായിരിക്കും പോകുന്നത്. ബട്ട് തിരിച്ചിറങ്ങുന്നത് 5000, 10000, 20000 ആ രീതിക്കായിരിക്കും ഇറങ്ങുന്നത്. ബട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. 390 സ്വപ്നങ്ങൾക്ക് തൽക്കാലത്തേക്ക് ഒരു വിരാമം. നമുക്ക് ഇനി അപ്പോൾ ഒന്നേന്ന് തുടങ്ങാം. സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യമൊക്കെ സത്യം പറഞ്ഞാൽ റിയൽ പെയിൻ. ഞാനിപ്പോൾ വണ്ടിയൊക്കെ പണിത് എല്ലാം സെറ്റാക്കി ഇറങ്ങുന്നതായിരിക്കും അടുത്ത പണി കിട്ടുന്നത്. അപ്പോൾ മനസ്സ് നല്ല രീതിക്ക് മടുക്കും. ബട്ട് അതിലൊക്കെ ഒരു എൻജോയ്മെൻറ്റ് കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ വിജയം. ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ ഈ ലോല ഹൃദയന്മാരൊക്കെ ഇറങ്ങാതിരിക്കുക. ഈ ലോല ഹൃദയന്മാരൊക്കെയാണ് ഇങ്ങനത്തെ പരിപാടിക്ക് ഇറങ്ങുന്നതെങ്കിൽ 390 എടുക്കാൻ വേണ്ടി പൈസ വെച്ചിരുന്നു, തീർന്നു പോയി, അപ്പോഴേ കയറി എങ്ങനെ സൂയിസൈഡ് ചെയ്യും. അപ്പോൾ ഇതുപോലെ എനിക്ക് നല്ല രീതിക്ക് വിഷമമൊക്കെ വരുന്നുണ്ട്. എങ്കിലും കുഴപ്പമില്ല, സൂയിസൈഡ് ചെയ്യേണ്ട അത്ര വിഷമമൊന്നും ഇപ്പോൾ കറണ്ട്ലി എനിക്കില്ല. ആൻഡ് ഈ ഒരു ടയർ കുറച്ചുകൂടെയൊക്കെ ഉണ്ട് സൈഡൊക്കെ. എനിക്കിത് ബാക്കൊക്കെ ഒന്ന് ഫുള്ള് ബാനോട്ടൊക്കെ അടിച്ച് തീർത്തിട്ട് കൊണ്ട് കടയിലോട്ട് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടയർ മാറാൻ നേരത്തെ ഇതേപോലെ ഒരു ബേണൗട്ട് അടിച്ചതിൻ്റെ ക്ഷീണം എനിക്ക് ഇതുവരെ മാറിയിട്ടില്ല. ടയർ മാറുന്നതല്ലാതെ എക്സ്ട്രാ ഒരു 8000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടി. അന്ന് ഞാൻ എന്തായാലും ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞുതരാം. നമ്മളെ കോളേജിൽ എന്തോ ഓണത്തിൻ്റെ പരിപാടിയായിരുന്നു. ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം നമുക്ക് കോളേജിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ വെളിയിൽ നിന്ന് ചില്ലടിക്കായിരുന്നു. അന്ന് വൈകിട്ട് ടയർ മാറണമെന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ആ ടയറിന് ബോണറ്റ് അടിക്കണമായിരുന്നു. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചെറുതായിട്ടൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഞാൻ വെച്ച് പരിപാടിയുടെ ഇടയിൽ എല്ലാവരും അടിക്കുമ്പോൾ അങ്ങ് അടിച്ച് തീർക്കാം. ഞാൻ എല്ലാ ടയർ ബോണറ്റ് അടിക്കുന്ന പരിപാടി, സ്റ്റണ്ട് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. കാരണം എനിക്ക് വണ്ടി തെളിക്കാൻ വലിയ താല്പര്യമില്ല. എങ്കിലും ടയർ മാറുന്നതുകൊണ്ട് ഒന്ന് ബാനറ്റ് അടിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവച്ച് അടിക്കുകയായിരുന്നു. ഞാൻ ഉച്ചയ്ക്കാണ് അടിച്ചത്. ട്രെയിനിൽ എത്തിയപ്പോൾ കുഴപ്പമില്ല, നടന്നു. ഇനിയിപ്പോൾ ഇതിൽ കൂട്ടുകാരൻ വന്നിട്ട് അളിയാടാ ഇത് എങ്ങനെയാണ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ അവന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ ഒരു പ്രാവശ്യം ചെയ്യുകയും ചെയ്തു. വൈകിട്ട് പരിപാടിയുടെ ഡാൻസ് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വരുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇവൻ പോയി വണ്ടി എടുത്തുകൊണ്ട് വന്നതിന് ശേഷം ഞാനും എൻ്റെ വണ്ടി എടുക്കാൻ പോയി. ഞാൻ തിരിച്ച് വണ്ടിയും കൊണ്ട് വന്നപ്പോഴത്തേക്ക് എല്ലാവരും ഒരുമാതിരി പേടിച്ച് മാറുന്ന കണക്ക്.
അപ്പോൾ എൻ്റെ അടുത്ത് നിർത്താൻ വന്ന് പറയുകയും ചെയ്തു വണ്ടി എടുത്ത് മാറ്റാമെന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അകത്ത് കയറി കുറേ കറങ്ങി. അപ്പോൾ കൂട്ടുകാരൻ വന്ന് പറഞ്ഞത് എടാ സീനായി ഓടിക്കൊന്ന്. ഞാൻ വന്ന സമയത്ത് ഇവൻ്റെ വണ്ടി ആരോ തള്ളിക്കൊണ്ട് പോകുന്നതൊക്കെ എനിക്ക് തോന്നിയായിരുന്നു. ബട്ട് ഞാനത് ആ ഒരു റഷിൽ ശ്രദ്ധിച്ചില്ല. പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവൻ അവിടെ നിന്ന് എനിക്ക് മുമ്പേ വന്നിട്ട് ടയർ കറക്കിയതിന് ശേഷം ഇവിടുന്ന് കറങ്ങി. ഞാൻ പറഞ്ഞു കൊടുത്തായിരുന്നു ഈ ഒരു രീതിക്ക് നിന്ന് ക്ലച്ചൊക്കെ ഫുള്ള് വിട്ട് ഒന്ന് എണീച്ച് നിന്നായിരിക്കും വണ്ടി സാധാ രീതിയിൽ ടയർ ബാനൗട്ട് ചെയ്യുന്നത്. ഇവ ഇങ്ങനെ കറക്കിക്കൊണ്ട് എൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് ക്ഷീണിച്ചങ്ങ് ഇരുന്ന് കൊടുത്തു. അപ്പോൾ തറയായിട്ടുള്ള കോണ്ടാക്റ്റ് കൂടിയിട്ട് നേരെ വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ഞാൻ പണ്ടത്തെ ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരെ സഞ്ജയിൻ്റെ വണ്ടി അടിച്ചുകൊണ്ട് ഒരു നിക്കി സുരേഷിനെ പറ്റി. അവനെ ഇടിച്ച് തെറിപ്പിച്ച് അപ്പുറത്തെ പെണ്ണിൻ്റെ അടുത്തൂടെ ഇട്ട് ഒരു ചെണ്ടക്കാരനെ ഇടിച്ച് തെറിപ്പിച്ച് നേരെ ആ മതിലിലോട്ടങ്ങ് കയറി. പിന്നെ എൻ്റെ ഐഡിയ ആയിപ്പോയി. ആ ചെണ്ടക്കാരന് ഒരു 10,000 രൂപ കൊടുക്കേണ്ടി വന്നു. പിന്നെ ടയർ അന്ന് വൈകിട്ട് ബാനർ അടിച്ച് ടയർ മാറുന്ന ഞാനാണ്. പിന്നെ ടയർ മാറുന്ന പരിപാടി ഞാൻ കുറച്ച് ഡിലേ ആക്കേണ്ടി വന്നു. പിന്നെ ആ പ്രശ്നമൊക്കെ പറഞ്ഞ് സോൾവ് ആക്കി അവനിക്ക് പൈസയൊക്കെ ഫുള്ള് തന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ തീരുമാനിച്ചാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ ഞാൻ കാണിച്ചിട്ട് അവനെ കൊണ്ടുവച്ച് ആരെങ്കിലും എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ബാനോടൊക്കെ ചെയ്യണമെങ്കിൽ ആളൊഴിഞ്ഞ ഫലത്ത് വല്ലതും കൊണ്ടുവച്ചിട്ട് ചെയ്യുക. ആൾക്കാരൊക്കെ ഉള്ള ഫലത്ത് ചെയ്ത് കഴിഞ്ഞാൽ ഏവനെങ്കിലും ഇടിച്ചിട്ട് കഴിഞ്ഞാൽ കേസാവും. പിന്നെ വള്ളിയാണ്, അതിൻ്റെ ബാക്കിൽ നിന്ന് നടക്കേണ്ടി വരും. ഇത് ഞാൻ പറഞ്ഞ പോലെ ആളൊഴിഞ്ഞ ഫലത്ത് ഒറ്റയ്ക്കൊന്നും പോയിച്ച് ബാനോട്ടൊന്നും ചെയ്യരുത്. കാരണം തീർച്ചയായും എവിടെയെങ്കിലും വീണ് കഴിഞ്ഞാൽ എടുത്ത് ആശുപത്രി കൊണ്ടുപോകണമെങ്കിൽ മുടത്തിനെയും കൂടെ കൊണ്ടുപോകണം. കാരണം അതിൻ്റെ ഒപ്പം തന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഒരു ഉളുപ്പില്ലാത്തൊരു വംശം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട്. ഇവന്മാർ ആവശ്യത്തിനനുസരിച്ച് വീഡിയോയ്ക്ക് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യേണ്ട, ഇവനെ ലൈക്ക് പോലും അടിക്കാതെ പോകും. അതിൽ ചിലവന്മാർ വന്ന് കമൻറ്റ് ചെയ്ത് നമ്മളത് ഡൗട്ടും കാണുകയൊക്കെ ചോദിക്കും. എങ്കിലും ഇവന്മാർ ലൈക്ക് പോലും അടിക്കാതെ ഇറങ്ങി പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാരാവാതിരിക്കുക. വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് യൂസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കെങ്കിലും ഒന്ന് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇനി കടച്ചിട്ട് കാണാമല്ലേ. ഷോപ്പിൻ്റെ ഏകദേശം അടുത്തെത്തിയിട്ടുണ്ട്. ഞാൻ ടയർ മാറാൻ വന്നത് ആറ്റിങ്ങൽ മോട്ടോവനി എന്ന് പറഞ്ഞ ഷോപ്പാണ്. നമ്മളെത്തി. ഇത്രയൊക്കെ തന്നെ ഒരു NS ഒരുപാട് വണ്ടി ഇരിപ്പുണ്ട്. ഇന്ന് കുറച്ച് തിരക്കാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ബ്രോ ടയർ മാറണം. ബാക്ക് ഒരു 150 സെഷൻ ടയർ വേണം. ഈ സിയറ്റ് സൂമർ അഡക്ഷൻ ഉണ്ട്. വേറെ ഒരു ടൈപ്പ് ഗ്രിപ്പ് ഉണ്ടല്ലോ, ഒരു ഓഫ് റോഡ് അങ്ങനത്തെ ഗ്രിപ്പുള്ള ടയർ. പക്ഷെ കട്ടയല്ല, അല്ലാത്ത അതേപോലത്തെ ഗ്രിപ്പുള്ള ഇതേപോലത്തെ ഗ്രിപ്പുണ്ടല്ലോ. അതാ ഇതേപോലത്തെ ഗ്രിപ്പ്. അത് തന്നെ ടോപ്പ് ഇരിക്കുന്ന. ഒരു 5000 ബഡ്ജറ്റിൽ അങ്ങനത്തെ ഗ്രിപ്പുള്ള ടയറില്ലേ? അതൊന്ന് കാണിച്ചു തരുമോ? ഞാൻ 150 ഇന്നാളൊരു ടയർ കണ്ടായിരുന്നു ബ്രോ ഇവിടെ വന്നപ്പോഴത്തേക്ക്. അത് ഏതായിരുന്നു? ഈ സൈഡ് ഇരിപ്പുണ്ട്. ഇവിടെ ഇല്ല ആ സെയിം ഇരിപ്പുള്ള സാധനം. കണ്ട് ഇവിടെ ഇരിക്കുന്ന അത് അവിടെ ഇരിക്കുന്ന ആ സെയിം ഗ്രിപ്പുള്ള ടയറല്ലേ അത്? 150 ഉണ്ടെന്ന്. ഇതാണെന്ന് തോന്നുന്നുണ്ട്. ഇത് റേഡിയിലാണോ? അതേതാണ്? അവിടെ അങ്ങോട്ടത്തിരിക്കണ എല്ലാം അപ്പോളോ ആണോ ആ സെയിം ഗ്രിപ്പ് വരുന്ന? അല്ലല്ലോ, ഇത് റേഡിയില്ലല്ലോ. പക്ഷേ ഒരു 5K ബഡ്ജറ്റ്. 5K കിട്ടൂലേ? അന്നിപ്പോൾ 4 എത്രയെന്നാണ് പറഞ്ഞത്. 150 മതി ബ്രോ. 140-70 മുമ്പ് ഇട്ടിരുന്നത്. ഇതിന് മുമ്പ് അത് കൊള്ളൂല ബ്രോ. അവിടെയുള്ള ഏതോർണം അന്ന് എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു 150. ഈ റൈസിൻ്റെ ആണോ എന്തോ? എല്ലാം ട്രാംബ്ലറാണോ? അന്ന് ഏതാ ഒന്ന് പറയുകയും ചെയ്തായിരുന്നു. സിയറ്റിൻ്റെ പക്ഷേ ആ റേഡിയലല്ലായിരുന്നു അന്ന് കാണിച്ചു തന്നത്. പണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തെടുത്ത് നടന്ന് വന്നിട്ട് ഇവിടെ നിന്ന് താഴെ പോകേണ്ടതായിരുന്നു. ബട്ട് ഭാഗ്യത്തിന് എന്ത് പോയില്ല.
റേസിൻ്റെ ടയറല്ലേ, ഇതിനെത്ര ആകും? 250 അല്ലേ? ആ റേസ് എന്ന് എഴുതിക്കണം. അതല്ലേ, അത് 7 ആവില്ല എന്തായാലും. അതെത്രയാണ്? 4 ഇത്ര അല്ലേ? പക്ഷെ അതൊരു ലുക്കില്ല വണ്ടി ഇട്ടിട്ട്. അതിൻ്റെ 150 വരുമെന്ന് പറഞ്ഞു. പക്ഷെ നൈലോൺ അല്ലെന്നാ എന്തോ പറഞ്ഞായിരുന്നു. എടുത്തോ 150 അല്ല സൈസ്. അപ്പോൾ ടയറൊക്കെ മാറി വണ്ടി നമ്മൾ കയറ്റി മുകളിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളത്തെ ടയർ. ബാക്കി അതൊക്കെ നമുക്ക് പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇപ്പോൾ 4000 രൂപ കൊണ്ട് ടയർ മാറാൻ വന്ന ഞാനാണ്. ടയറെല്ലാം മാറിയപ്പോഴത്തേക്ക് 6000 രൂപ അടുപ്പിച്ചായിട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, കൂട്ടി വയ്ക്കുമ്പോൾ 500 1000 വെച്ച് കൂട്ടും, പോകുമ്പോൾ 5000 അല്ല 6000 7000 10000 ഒക്കെ വെച്ച് പോകുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ലൈവായിട്ട് തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ വ്ളോഗ് എനിക്ക് നേരത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തത്, ഞാൻ 4000 രൂപ ടയർ മാറാൻ വന്നത്. ആ ഒരു ഞാൻ വിചാരിച്ച മോഡൽ ടയറിന് 7000 രൂപ അടുപ്പിച്ചാവും. അല്ല റേറ്റ് കുറേ ടയർ ഉണ്ടായിരുന്നു. ബട്ട് അന്ന് ഞാൻ കണ്ട ടയർ 150 അല്ല 140 ആയിരുന്നു. അപ്പോൾ എന്തായാലും എനിക്ക് 140 ഇടാൻ വേണ്ടി ഒട്ടും ഉദ്ദേശമില്ല. ഞാൻ ഈ ഒരു സെയിം ടയർ തന്നെ ഇടണമെന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ നോക്കിയ സമയത്ത് അപ്പോളോ ട്രാംബലർ XR സ്റ്റീൽ റേഡിയൽ എന്ന ടയറിന് 7000 അടുപ്പിച്ച് റേറ്റ് വന്നു. പിന്നെ ഡിസ്കൗണ്ടൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വലിയ വ്യത്യാസമൊന്നും വന്നില്ല. ഒരു 6700 തന്നെ വന്നത്. പിന്നെ ലാസ്റ്റ് മനസ്സ് മടിച്ച് ഞാൻ വീണ്ടും CH സൂംബ്രാഡ് X1 തന്നെ എടുത്തായിരുന്നു 4300 ഇടാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഞാൻ മൈൻഡ് ഔട്ടായി പോയി. കാരണം ഇനിയിപ്പോൾ അതിട്ട് കഴിഞ്ഞാൽ ഒരു 10000 കിലോമീറ്റർ ആവുന്നവരിക്കും ഞാൻ അതിട്ട് തന്നെ ഓടേണ്ടി വരും. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായാലും ഞാൻ മാറും. പിന്നെ കടയിൽ ചേട്ടൻ എന്തോ പാവം തോന്നിയിട്ട്, എടാ ഞാൻ എടുത്ത് CH സൂംബ്രാഡ് ഇടാൻ പറഞ്ഞതാണ്, ഇടാൻ വേണ്ടി എടുത്ത് വെച്ചപ്പോൾ പറഞ്ഞ് എടാ മറ്റേ ടയർ എടുത്ത് 6000 രൂപയ്ക്ക് തരാമെന്ന്. അങ്ങനെ എനിക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ സാധനം എനിക്ക് 6000 രൂപയ്ക്ക് തന്നായിരുന്നു. അങ്ങനെ ഞാൻ പിന്നെ നോക്കിയില്ല. ബട്ട് ഒരു 4 രൂപ ബഡ്ജറ്റ് മാക്സിമം ഒരു 5 രീതിയിലാണ് പോയത്. പിന്നെ ഒരു 1000 രൂപ സെറ്റ് ചെയ്ത് 6000 രൂപയ്ക്ക് എടുത്തിട്ടു. ഇപ്പോൾ 7000 രൂപയാണെങ്കിൽ എന്തായാലും ടയർ ഞാൻ ഉറപ്പായിട്ട് വിടില്ലായിരുന്നു. ഞാൻ ബൈ ദ വേ ഒരു കാര്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതൊരു അഡീഷണൽ ടിപ്പായിട്ട് തന്നെ കൂട്ടിക്കോ. നിങ്ങളിപ്പോൾ എവിടെ നിന്ന് ടയർ മാറിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വണ്ടി നിർത്തി വെച്ചിട്ട് ഓടുന്നതിന് മുമ്പ് 2 സൈഡും ചെയിൻ ഒരേ ലെവലിലാണോ ടൈറ്റ് ചെയ്തേക്കുന്നതെന്ന് നോക്കണം. എല്ലാ കടയിലും അവർ ടൈറ്റ് ചെയ്യാൻ നേരത്ത് ചോക്ക് വരച്ചിട്ടായിരിക്കും, ആദ്യത്തെ ഒരു റീഡിങ് ചോക്ക് വരച്ചിട്ടായിരിക്കും മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം സെയിം ആ റീഡിങ് പിടിച്ചിടാണ് പതിവ്. പക്ഷേ ചോക്കിൻ്റെ ഒരു ഡയമീറ്റർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ ഒരു റീഡിങ്ങിൻ്റെ രണ്ട് റീഡിങ്ങിൻ്റെ അടുപ്പിച്ച് അതിൻ്റെ ഡയമീറ്റർ തിക്നെസ് ഉണ്ട്. അപ്പോൾ വരയ്ക്കുമ്പോഴത്തേക്ക് അതിൽ ഉണ്ടാകുന്ന ചെറിയ എറർ, ഒരു സൈഡ് 32ഉം അപ്പുറത്തെ സൈഡ് 32 വരച്ചെന്ന് വെച്ചോ. നമ്മൾ തിരിച്ച് പിടിച്ചിടാൻ നേരത്ത് 33 വര കാണും. അപ്പോൾ ഒരു സൈഡ് 32 അപ്പുറത്ത് 33 ഒക്കെ ആവും. ഞാൻ വിചാരിച്ചോളൂ എൻ്റെ നോക്കിയപ്പോൾ ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അപ്പം തന്നെ ഞാൻ ടൈറ്റ് ചെയ്തു. അപ്പോൾ നിങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ ഇനി എവിടെ കൊടുത്ത് മാറാലും ഇത് ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. അല്ലാതെ 2 സൈഡ് 2 ലെവലിൽ ചോടിക്കഴിഞ്ഞാൽ നിങ്ങൾ സ്പ്രോക്കറ്റിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനമാവും. ഇങ്ങനെ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് പണിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ എനിക്ക് വേറൊരു പണിയും കൂടെ കിട്ടി. ഞാൻ അത് പറയാൻ വിട്ടുപോയി. ടയർ മാറാൻ വേണ്ടി അയച്ച സമയത്ത് എൻ്റെ ഹഗ്ഗറിൻ്റെ അവിടെ ഇരുന്നൊരു അല്ലെങ്കിൽ ബോൾട്ടുണ്ട്, അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ത്രെഡ് കൂടെ പോയി. അതുകൂടെ ആയപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ വീഡിയോ എടുക്കാൻ പോയിട്ട് അവിടെ നിൽക്കാനേ തോന്നിയില്ല. പിന്നെ അത് ആ ഒരു ബോൾട്ട് ചെറുതായിട്ടൊരു ഗ്രൂ അടിച്ചിട്ട് ചുറ്റിലൊക്കെ വെച്ച് അടിച്ചിട്ടാണ് ഇളക്കിയത്. പിന്നെ ആ ഒരു ബോൾട്ട് വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ മൊത്തം ചിലവ് 6020 രൂപ ബോൾട്ടിൻ്റെ പൈസയും കൂടെ ചേർത്തിട്ട്. പിന്നെ ഈ 6000 എന്ന് പറയുന്നത് കുറച്ച് ഡിസ്കൗണ്ട് റേറ്റ് തന്നെയാണ്. ഞാൻ ഓൺലൈൻ നോക്കിയപ്പോഴും ഈ ഒരു ടയറിന് 6600 700 ഏകദേശം 7000 അടുപ്പിച്ച് റേറ്റ് ഉണ്ട്. അപ്പോൾ 6000 ടൈപ്പ് ടയർ ഇടുമെന്ന് ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. പക്ഷെ ഒരു പയ്യൻ ലിഫ്റ്റ് കാണിച്ചു. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നില്ല, നിർത്താൻ പറ്റിയില്ല. പിന്നെ അവന് ഹെൽമെറ്റും ഇല്ല. ഞാൻ പോകുന്ന വഴിക്ക് അവനെങ്കിൽ വിളിച്ചിരുന്ന് ഫോട്ടോ എടുത്തിട്ട് എനിക്ക് വീണ്ടും ഒരു 500 രൂപ പോകും. ഇന്നത്തെ സമയം ശരിയല്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ലിഫ്റ്റ് കൊടുക്കുന്ന പരിപാടി ഒഴിവാക്കി. പിന്നെ ആ കടയിൽ ടയർ മാറാൻ നിന്ന പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചായിരുന്നു, ചേട്ടൻ യൂട്യൂബിലൊക്കെ വീഡിയോ ഇടുന്നല്ലത്. എനിക്കിങ്ങ് സന്തോഷമായത് കേട്ടപ്പോഴത്തേക്ക്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നിമിഷങ്ങളാണ് നമുക്ക് ഈ വീഡിയോ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് സന്തോഷങ്ങൾ തരുന്നത്. അപ്പോൾ നീ ഇത് കാണുന്നുണ്ടെങ്കിൽ അനിയ താങ്ക്സ് ഫോർ പണതൊക്കെ തന്നേന്. പിന്നെ അവനും വണ്ടി എടുക്കുന്ന കാര്യം എന്തൊക്കെയാണ് പറഞ്ഞായിരുന്നു. അപ്പോൾ എന്തായാലും നമ്പർ കൊടുത്തിട്ടുണ്ട്. മെസ്സേജ് അയക്കണമെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് അവന് ഞാൻ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. പയ്യൻ്റെ പേര് അമ്പാടി എന്നാണ്.
പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കുറച്ച് നാളായിട്ട് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ ഓരോരുത്തർ തിരിച്ചറിഞ്ഞൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ വലിയ ഇത് കാണിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ സന്തോഷമാണ് വരുന്നത്. ഓരോരുത്തർ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ടയർ കൊള്ളാം കേട്ടോ. എൻ്റെ പഴയ ടയറിൽ നിന്ന് ഇതിലോട്ട് വന്നതിൻ്റെ ഒരു വ്യത്യാസവും എനിക്ക് ഫീൽ ആകുന്നുണ്ട്. അല്ലാതെ ഈ ടയർ ഓവറോൾ കൊള്ളാം. ബട്ട് അത് എങ്ങനെയെന്ന് കറക്റ്റ് എനിക്ക് പറയണമെങ്കിൽ നമ്മൾ കുറച്ചൊരു 100 കിലോമീറ്ററൊക്കെ ഓടുമ്പോഴത്തേക്ക് നമ്മളൊരു ഇതുമായിട്ട് ഇത് വരുന്നത്. പിന്നെ ഒരു 1000 കിലോമീറ്ററൊക്കെ ഓടിയിട്ട് നമുക്കൊരു പക്ക റിവ്യൂ സെറ്റപ്പിൽ പറയാൻ പറ്റൂ. ആ ഒരു ബമ്പ് ഞാൻ കണ്ടതേ ഇല്ല, ബട്ട് ഇത് ഞാൻ കണ്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം, അപ്പോളോ ട്രാംബ്ല എക്സാ. കയറിയപ്പോൾ വണ്ടിയുടെ ലുക്കൊന്ന് കംപ്ലീറ്റ് ആയത്. എങ്ങനെയുണ്ട് സാധനം വണ്ടി കയറിയ ശേഷം? അത് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചോ ഞാൻ വെറും 4000 രൂപ കൊണ്ടുപോയിട്ട് 6000 രൂപ ടയർ എടുത്തുകൊണ്ട് വരുമെന്ന്? അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചോ? ഇല്ല, അതാണ് വിധിയുടെ വിളയാട്ടം. എടുത്തുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മൾ ടയറൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ചവിട്ടി പമ്പ് ചെയ്തതിന് ശേഷം മാത്രമേ ബ്രേക്ക് ഇട്ടുള്ളൂ. ബാക്ക് ബ്രേക്ക് ഇല്ലായിരുന്നു. ഞാൻ അവിടെ നിന്ന് എടുത്ത് 14 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിച്ചു വന്നിട്ട് അപ്പുറത്തെ ജംഗ്ഷനിൽ എത്തിയിട്ട് ബ്രേക്ക് പിടിക്കുന്ന നേരത്ത് മനസ്സിലായത് ബാക്ക് ബ്രേക്ക് കിട്ടുന്നില്ല എന്ന്. ഒരു പ്രാവശ്യം ചവിട്ടി പമ്പായപ്പോൾ ബ്രേക്ക് കിട്ടി. ഇതുവരെയ്ക്കും ഞാൻ ബാക്ക് ബ്രേക്ക് പിടിച്ചില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് എന്തോ ഒരു പന്തികേട്. എനിവേ നമ്മളൊരു വീട്ടിലൊരു പുതിയ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, അക്വേറിയം ഫിൽറ്ററൊക്കെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. 6000 രൂപയെ എനിക്ക് എന്തോ ചെറിയൊരു തലവേദന കണക്ക്. നമുക്കിനി പിന്നെ കാണാം.